നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവനെ ഒന്നും വിശ്വസിക്കരുത് മോനെ. നിന്നെ പറ്റിച്ച് കാശ് വാങ്ങുന്നതോർത്ത് സന്തോഷിച്ച് ആ പണം ദൂർത്തടിച്ച് കളയുന്നതല്ലാതെ അവനെ കൊണ്ടൊന്നും നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അമ്മ പറഞ്ഞത് ശരിയാ. ആ മാളുവിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് എന്നെ അറിയിക്കാൻ പറഞ്ഞിട്ട് പോലും രാഹുൽ അത് ചെയ്തിട്ടില്ല. അവനെ കൊടുത്തതിന് 4 മതിയായിരുന്നു അവരുടെ വീട്ടിന് മുന്നിൽ ഒരു പോസ്റ്റ് ഇടാൻ. പോസ്റ്റ് വയ്ക്കാനോ എന്ന് വെച്ചാ? ആ വീട്ടിലെ ആൾക്കാരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ ഒരാളെ പണം കൊടുത്ത് നിർത്തുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരാളെ നിർത്തിയാൽ മാളുവിനെ കൊണ്ട് ആരെങ്കിലും പുറത്തു പോവുകയോ ആ വീട്ടിലെ മാളു തനിച്ചാവുകയോ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കവളെ എടുത്തോണ്ട് വരാലോ. അങ്ങനെ വെറുതെ എടുത്തോണ്ട് വന്നിട്ട് കാര്യമില്ല. വക്കീല് പറയുന്നത് പോലെ കോടതിയും നിയമവും നമുക്ക് അനുകൂലമായി മാളൂനെ നമുക്ക് വിട്ടുകിട്ടണം. അവളിൽ അവകാശം പറഞ്ഞ് അവർക്കാർക്കും ഈ പടി കയറി വരാൻ പറ്റരുത്. നീ പറഞ്ഞതുപോലെ ഒരാളെ അവരുടെ വീടിന്റെ അടുത്ത് നിരീക്ഷിക്കാൻ ഏർപ്പാടാക്കണം. എപ്പോഴെങ്കിലും ഗംഗയോടൊപ്പം അവൾ പുറത്തുപോയാ അവളെ തട്ടിയെടുത്ത് 1-2 ദിവസം സുരക്ഷിതമായി താമസിപ്പിക്കണം. ആ സംഭവം പോലീസ് കേസാക്കണം. ആ തെളിവ് മതി ഗംഗയുടെ അടുത്ത് മാളു സേഫ് അല്ലാന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ. അത് ശരിയാ. ആ ഒരു പോയിന്റ് വെച്ച് കുഞ്ഞിനെ നമുക്ക് നിയമപരമായി തന്നെ സ്വന്തമാക്കാം. കുഞ്ഞിനെ തട്ടിയെടുത്ത് സൂക്ഷിക്കുന്ന 2 ദിവസവും അവളെ വേദനിപ്പിക്കാതെയും അധികം കഷ്ടപ്പെടുത്താതെയും നോക്കണം. കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് സുരക്ഷിതമായി അവളെ തിരിച്ചെത്തിക്കുകയും വേണം. അമ്മ പറഞ്ഞ നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. അവരുടെ വീടിന് മുന്നിൽ നിരീക്ഷിക്കാനായിട്ട് ഞാനൊരാളെ ഏർപ്പാടാക്കാം. ശരി. നീ എന്തിനാടാ മാഡത്തിനെ കൊല്ലാൻ നോക്കിയത്? പറ നകുൽ, ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയത്? അത് ഞാൻ ഈ ചെയ്തെല്ലാം ഗംഗയ്ക്ക് വേണ്ടിയാ. ഗംഗയ്ക്ക് വേണ്ടിയോ? അതെ, ഗംഗ എനിക്ക് കിട്ടാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തേ. മഹിയുടെ അമ്മ മരിച്ച മഹി ഗംഗ ഉപേക്ഷിക്കും. അപ്പോ എനിക്ക് ഗംഗയെ സ്വന്തമാക്കാൻ കഴിയും. എനിക്ക് ഗംഗയില്ലാതെ ജീവിക്കാൻ വയ്യ. എനിക്ക് ഗംഗ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇവനെ കൊണ്ടുപോകണം സാറേ. നടക്കണം അങ്ങോട്ട്. നിന്നെ പോലുള്ള ഭ്രാന്തന്മാരാ ഈ നാടിന്റെ ശാപം. നടക്കണം അങ്ങോട്ട്. എല്ലാത്തിനും ഇവൾ ഒറ്റ ഒരുത്തിയ കാരണം. ഇവളെനിക്ക് വിഷം കലക്കി തന്നു. എന്നിട്ട് ഞാൻ മരിക്കാത്തതുകൊണ്ട് അവളുടെ ആദ്യത്തെ കാമുകനെ എന്നെ കൊല്ലാനും ഏൽപ്പിച്ചു. അമ്മയുടെ ജീവൻ രക്ഷിച്ചത് ഞാനല്ല, ഗംഗയാ. ഉറക്കത്തിലായിരുന്ന അമ്മയെ നകുല് കൊല്ലാൻ ശ്രമിച്ചപ്പോ ആദ്യം ഒന്ന് തടഞ്ഞത് ഗംഗയാ. അതിനുശേഷമാണ് ഞാൻ എത്തിയത്. ഗംഗയ്ക്ക് ജ്യൂസിൽ വിഷം ചേർത്ത് അമ്മയെ ഇല്ലാതാക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് അതിശയിപ്പിച്ച് ആട്ടി ഇറക്കിവിട്ട് ഗംഗ അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അമ്മയ്ക്ക് ഗംഗ ജ്യൂസ് ഉണ്ടാക്കുമ്പോ ആരും അതിൽ ഗംഗ അറിയാതെ വിഷം ചേർത്തിട്ടുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നിന്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചിരിക്കും. ഗംഗ, മഹേട്ടൻ എന്നെ മനസ്സിലാക്കിയല്ലോ. എനിക്കത് മതി. ഒരു വിധത്തിൽ മഹി അവളെ ഒന്ന് അവിശ്വസിച്ച് വന്നതായിരുന്നു. അതിനിടയിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയില്ല. അവൾക്ക്, ആ ഗംഗയ്ക്ക് ഒടുക്കത്തെ ഭാഗ്യ. അവൾ
നിങ്ങൾക്ക് എന്തോ കൂടോത്രവും കൊനിഷ്ഠ പരിപാടികൾ ഉണ്ടെന്ന് ഞാൻ പറയാറില്ലേ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ രക്ഷപ്പെടുവോ? അമ്മ പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നേ. നമ്മൾ എന്ത് കെണി വെച്ചാലും അവസാനം അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ആ, ഇങ്ങനെയായാ അവളെ മുറിയിൽ ഞാൻ ആറ്റം ബോംബ് കൊണ്ടുവച്ച് പൊട്ടിക്കും. ബെസ്റ്റ്. എന്നാ നമ്മളും അക്കൂട്ടത്തിൽ ചാവില്ലേ? എന്നാലെങ്കിലും അവള് ചാവോന്നറിയാലോ. നീ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു ഐഡിയ അല്ലേ നാത്തൂനും ചെയ്തത്? അവളെ പുറത്താക്കാൻ സ്വയം വിഷം കഴിച്ചു. എന്നിട്ടെന്താ, ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞില്ലേ സീരിയസ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ. ഡോക്ടർ അങ്ങനെ പറഞ്ഞാലും എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതെന്താ? ഒരു മനുഷ്യൻ കഴിച്ചാൽ മരിക്കാത്ത അത്ര അളവ് വിഷം മാത്രം ആ കുപ്പിയിൽ വെച്ചിട്ട് ബാക്കി മുഴുവൻ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടാ ഞാൻ ശ്രേയയുടെ കയ്യിൽ കുപ്പി തന്നത്. അതിൽ നിന്നും 2 സ്പൂൺ മാത്രമല്ലേ ശ്രേയ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കള്ളക്കിളവി. അതാ ഞാൻ ആ കുപ്പിയിലുള്ള വിഷം മുഴുവൻ ഒഴിച്ചിട്ടും വയറു മൂലം നിൽക്കുന്നത്. ആന്റിയുടെ ഒരു ബുദ്ധി. എന്നാലും ക്രിട്ടിക്കലാന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഞങ്ങള് ശരിക്കും ഒന്ന് പേടിച്ചു പോയി. അതെ അതെ. എന്നാ നാത്തൂനകത്ത് പോയി കുറച്ചുനേരം റെസ്റ്റ് എടുത്തു. ആ ഗംഗ മുറിയിലേക്ക് പോയിട്ട് കുറച്ചുനേരം ആയല്ലോ. അവളവിടെ എന്തെടുക്കുകയാണെന്ന് ഞാൻ നോക്കിക്കോളാം. ആ അതെ, വരുന്നുണ്ട്. പോയിട്ട് നേരം കുറെ ആയല്ലോ. നീ അവിടെ എന്തെടുക്കുമായിരുന്നു? ഞാൻ ആ മുറിയൊന്ന് വൃത്തിയാക്കി അടുക്കി പറക്കി വെച്ചതാ. ശരി ശരി. മോളെ, 2 പേരുടെ ശല്യം തീരുമെന്ന് വെച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ. നമ്മുടെ സമയം ശരിയല്ല അമ്മേ. ആ തള്ളക്കൊക്കെ ഒടുക്കത്തെ ബുദ്ധിയാ. പോയിസണില് മുഴുവൻ വെള്ളം ഒഴിച്ചിട്ട് തന്നെന്ന് പറഞ്ഞിട്ട് കേട്ടില്ലേ? അതെ, നമ്മള് മനസ്സിൽ കാണുന്നത് നാത്തു മാനത്ത് കാണും. അതാ ആ വഴിക്ക് രക്ഷയില്ലാത്തത്. എന്നാലും ആ ഗംഗ രക്ഷപ്പെട്ടതാ കഷ്ടമായി പോയത്. മഹിയേട്ടൻ ഗംഗ ഇറക്കി വിട്ട സന്തോഷത്തില് ഞാൻ നകുലിനെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. ദേവി ആന്റി മരിച്ച മഹിയേട്ടൻ ഗംഗയെ എന്നേക്കുമായി പുറത്താക്കുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതാ നകുൽ ആന്റിയെ കൊല്ലം ഹോസ്പിറ്റലിൽ വന്നത്. അവിടെ ഗംഗ കയറി രക്ഷിക്കുമെന്നോ എല്ലാം ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നോ ഞാൻ ഓർത്തില്ലമ്മേ. അത് ശരി. അപ്പൊ പിന്നെ നമ്മള് പരാജയപ്പെട്ടതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനോ കുഴിച്ച കുഴിയില് അവനോ തന്നെ വീണെന്ന് പറയുന്നതാ ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.